മോളെ, മാഡത്തിന്റെ അസുഖം മാറിയോ? എനിക്ക് അസുഖമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. സംശയം തീർക്കാൻ അമൃതയോടും ചോദിച്ചല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? ചോദിച്ചു. രണ്ടുപേരും അസുഖമൊന്നുമില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അസുഖമായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതി രണ്ടുപേരും കൂടി കള്ളം പറഞ്ഞല്ലേ? ഫിദ മേഡം സംസാരിക്കുക കൂടി വേണ്ട. ശ്വാസത്തീന്ന് എനിക്കറിയാം അസുഖം ഉണ്ടെങ്കിൽ. സമ്മതിച്ചു. ദേഹത്തിനൊരു ചെറിയ ചൂട് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അത് മാറി. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ ചിന്തയാണോ? മരുന്ന് കഴിച്ചായിരുന്നോ? കഴിച്ചു. മരുന്ന് കഴിച്ചിട്ടേ ഓരോരോ ടെൻഷനും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്കണം. സംസാരിക്കുന്നത് കേട്ടാ ഫോണിന്റെ അപ്പുറത്ത് അമ്മയാണെന്ന് തോന്നുമല്ലോ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഫിദാമാരത്തിന് ചെറിയ കുസൃതിയൊക്കെ ഉണ്ട്. കുസൃതി എന്ന് പറഞ്ഞാ ഈ അസുഖത്തിനോടുള്ള കുസൃതി തന്നെ. അതൊന്ന് മാറ്റിക്കൊടുക്കണല്ലോ. അത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞേ. ഞാനിവിടുന്ന് ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരണോ കഴിക്കാൻ? അങ്ങനെ എന്നെ ഇപ്പൊ രോഗിയാക്കണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരാനാണെങ്കിൽ ഇവിടെ വന്ന് ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കി തന്നാ മതി. അതെ, സമയം നോക്കി ഞാൻ വരാം. എന്തായി മോളെ കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ? കണിമംഗലത്ത് ഇങ്ങനെ എലിയും പൂച്ചയും തമ്മിലുള്ള കളി നടന്നോണ്ടിരിക്കല്ലേ. അതിപ്പോ ശീലമായി. ഇന്നും നടക്കുന്ന പോലെ ഇന്നും നടക്കുന്നുണ്ട്. ഈ ശല്യക്കാരെ എലികൾ താമസിയാതെ ഇല്ലം കടക്കുവോ മോളെ? നോക്കണം മാഡം. ശല്യം എന്ന് പറഞ്ഞാലേ വെറും ശല്യൊന്നും അല്ല. ഒന്നും പറ്റിയില്ലെങ്കിലേ ഞാനും വരണും മുത്തശ്ശിയും കൂടി ഒന്ന് പുകയ്ക്കും. അപ്പ പുറത്ത് ചാടിക്കോളും. അതെ, ദുഷ്ടക്കൂട്ടങ്ങളാ, പെട്ടുപോകരുത് കേട്ടോ. അതൊക്കെ പണ്ടല്ലേ. അവര് കെണി വെച്ചാൽ അതിൽ നേരെ ചെന്ന് ചാടുന്നൊക്കെ